കോർപ്പറേഷനിൽ ശരിക്കും എന്താ പറ്റി? കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറയാണ്. വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി ഒരു എന്തായാലും പിടിച്ചെടുക്കും എന്നുള്ള ആത്മവിശ്വാസം എല്ലാവരുടെയും മുഖത്തുണ്ടായി. പക്ഷെ എന്താണ് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ പറ്റിയെന്നാണെന്ന് കോർപ്പറേഷനിൽ പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കും. പക്ഷെ ഒരു കാര്യം, അതായത് കോർപ്പറേഷനിൽ വാർഡ് വിഭജനം UDFന്റെ താല്പര്യാർത്ഥമാണ് നടന്നിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ പരാജയപ്പെട്ട ചില കോർപ്പറേഷൻ ഡിവിഷനുകൾ വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. ജയിച്ച ചില സ്ഥലങ്ങൾ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള വോട്ടുകളൊക്കെ കൺസോളിഡേറ്റ് ചെയ്ത് ഒന്നിച്ചാക്കി ഡിവിഷനുകൾ ഉണ്ടാക്കി ഒരു 6 ഡിവിഷനിൽ മാത്രം ഇടതുപക്ഷം ജയിക്കുക, ബാക്കിയൊക്കെ UDF ജയിക്കുക എന്ന വിധത്തിലാണ് ഇവിടെ വാർഡ് വിഭജനം നടന്നിട്ടുള്ളത്. പക്ഷേ വാർഡ് വിഭജനം അങ്ങനെയാണെങ്കിൽ പോലും ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഈ പറഞ്ഞ വിധത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഇവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഇപ്പോൾ കിട്ടിയതിൻ്റെ പകുതി സീറ്റ് പോലും കിട്ടുമായിരുന്നില്ല. കാരണം ആ വിധത്തിലാണ് വാർഡ് വിഭജനം നടത്തിയത്. അതിൻ്റെ കൂടെ പരാജയപ്പെട്ട ഒരു 6-7 ഡിവിഷനുകൾ നിസ്സാര വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. ഇപ്പോൾ കൊറ്റാളി ഡിവിഷൻ എനിക്ക് തോന്നുന്നു 3 വോട്ടിനെ മറ്റാണ് പരാജയപ്പെടുന്നത്, 4 വോട്ട്. നിസ്സാര വോട്ടുകൾക്കാണ് 5-6 ഡിവിഷനുകൾ പരാജയപ്പെടുന്നത്. ഈ പരാജയപ്പെട്ട ഡിവിഷനുകളിൽ നിന്ന് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ചതാണ് ഇതിൽ 3-4 ഡിവിഷനുകൾ. അവിടുന്ന് ഇടതുപക്ഷത്തിൻ്റെ വോട്ടെടുത്ത് നേരെ UDFന് ഇടതുപക്ഷത്തിന് ശക്തമായി ജയിക്കാൻ വേണ്ടി കഴിയുന്ന വേറൊരു ഡിവിഷനിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഡിവിഷനുകൾ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കേരളത്തിൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ ആ ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയ അപൂർവം തദ്ദേശ സ്ഥാപനങ്ങളേ ഉള്ളൂ. ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്ന് കണ്ണൂർ കോർപ്പറേഷനാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ ഏതാണ്ട് 7000-ഓളം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വാർഡ് വിഭജനം തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾ പിന്നീട് പരിശോധിക്കും. പക്ഷെ എന്ത് തന്നെയാലും ഇടതുപക്ഷത്തിന് ശക്തമായി ജയിക്കാൻ വേണ്ടി കഴിയുന്ന ഒരവസ്ഥ കണ്ണൂർ കോർപ്പറേഷനിലെ നിലവിലുള്ള ഘടനയിലുണ്ട്. വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ചയായി വന്ന അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ കൂടുതൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് നാട് മാറണമെങ്കിൽ ഇടതുപക്ഷം ജയിച്ചാലേ പറ്റൂ. നിങ്ങൾ ഇനി വരാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടറിഞ്ഞോ? 5 കൊല്ലം ഭരിച്ചല്ലോ. അപ്പോൾ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് UDF കാലഘട്ടത്തിലുള്ള അഴിമതികളെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് ശക്തമായ പ്രതിപക്ഷമായി ഇടതുപക്ഷം ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതിപക്ഷമായി നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി ഇനിയും ഞങ്ങൾ ഇടപെടും. ഇവിടെ കോർപ്പറേഷനിൽ നല്ല പ്രവർത്തനം ഇടതുപക്ഷത്തിന് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രതിഫലനം ജില്ലയിലാകെ ഉണ്ടാക്കാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്.